ഞായറാഴ്ച ഉണ്ട്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് വെണ്ടയും വഴുതനയും നട്ടിട്ടുണ്ടായിരുന്നു. മഴക്കാലമായതുകൊണ്ട് പെട്ടെന്ന് പുല്ല് പിടിക്കുക. അപ്പോൾ വിചാരിച്ചു അതൊന്ന് ക്ലീൻ ചെയ്യുക, കുറച്ച് വെള്ളം ഇടാമെന്ന്. കാരണം ഒരു മാസത്തോളം ആവാറായി, ഇതുവരെ വഴുതനയിൽ പൂവ് വരുന്നുണ്ട്, പക്ഷേ കായാവുന്നില്ല. വെണ്ടയിൽ ഇപ്പോൾ ചെറുതായിട്ട് കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വളം ഇട്ട് കൊടുക്കാം. ഈ വെണ്ടയും വഴുതനയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാലത്തും സിമ്പിളായിട്ട് നടാൻ പറ്റിയൊരു ചെടിയാണ്. കാരണം ചീരയാണെങ്കിൽ നല്ല വെയിൽ വേണം, മഴക്കാലത്ത് മുളയ്ക്കില്ല. വെണ്ടയാണെങ്കിൽ വെണ്ടയ്ക്കും വഴുതനയ്ക്കും കുഴപ്പമില്ല, സിമ്പിളായിട്ട് വന്നോളും. നമുക്കൊന്ന് ഒരു 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 മാസം ആവാറായി. അപ്പോൾ ഒന്നുകൂടി വളമിട്ട് കൊടുക്കാം. രണ്ടാഴ്ച കൂടുമ്പോൾ വളമിടുന്നതായിരിക്കും നല്ലത്. നല്ല കായ്ഫലം ഉണ്ടാവും. പിന്നെ ഞാൻ പുഴു വന്നിട്ടുണ്ടായിരുന്നു. പുഴു വന്നപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വേപ്പെണ്ണ, നീം ഓയിൽ, അത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml കലക്കിയിട്ട് ചെടിക്ക് സ്പ്രേ പോലെ അടിക്കണം. അപ്പോൾ ഈ പുഴുകൾക്ക് അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. പുഴുകളോ ഉറുമ്പുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. വേപ്പെണ്ണ മെയിനായിട്ട് ഈ പയറുമ്പോൾ വരുന്നത് മുഞ്ഞാന്ന് പറഞ്ഞൊരു ഇതാണ്. അത് ഈ ഉറുമ്പുകളാണ് മുഞ്ഞകളെ ഈ ഇലമ കൊണ്ട് വയ്ക്കും. എന്നിട്ട് അവർ ഉണ്ടാക്കണ ആ സാധനം ഉറുമ്പുകൾ കഴിക്കും. എന്നിട്ട് ഉറുമ്പുകൾ വീണ്ടും പല സ്ഥലത്തേക്ക് ഈ മുഞ്ഞനെ ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ഉറുമ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനമാണ് ഈ വേപ്പെണ്ണ. അതടിച്ച് കഴിഞ്ഞാൽ ഉറുമ്പ്, പിന്നെ അതിൻ്റെ ആ വേപ്പെണ്ണയുടെ ഭയങ്കര മണവും ഒരു ഓയിലി പോലെ ആയതുകൊണ്ട് ഉറുമ്പ് പിന്നെ വരില്ല. അതേ സെയിം സാധനം തന്നെയാണ് വെണ്ടയും മേടിക്കുന്നത്, വെണ്ടയും വഴുതനയും. ഓക്കെ, അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് വളരാം. പുല്ല് വൃത്തിയാക്കി കഴിഞ്ഞു. ക്ലിയറായി. വെണ്ടയുടെ വൃത്തിയും വഴുതനയുടെ വൃത്തിയും പുല്ലൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി വളമിട്ട് കൊടുക്കണം. പിന്നെ പുല്ല് വൃത്തിയാക്കിയപ്പോൾ കുറച്ച് സൈഡിലേക്കും കൂടി ഒന്ന് വൃത്തിയാക്കി. കാരണം അവിടെ കൂടിയും അവിടെ കുറച്ച് പയർ നട്ടിട്ടുണ്ട്. ഈ ഏരിയയിലും കൂടിയും പയർ നടാൻ വിചാരിച്ചിട്ട് കുറച്ച് ഏരിയ കൂടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അവിടെ ഏരിയ ഉണ്ടാക്കി വളമൊക്കെ ഇട്ട് സെറ്റാക്കി കുറച്ച് പയർ വിത്ത് ഉണ്ട്, അതിടണം. പിന്നെ ഈ വഴുതനയ്ക്കും വെണ്ടയ്ക്കും വളം ഇടണം. പിന്നെ വേപ്പെണ്ണ അടിക്കണം. അപ്പോൾ വെണ്ടയ്ക്ക് ആട്ടുംകാട്ടം ഇട്ടു. പിന്നെ ബാക്കിലും കുറച്ച് വെണ്ടയും വഴുതനയും നട്ടിട്ടുണ്ടായിരുന്നു, അതിന് കുറച്ച് ആട്ടുംകാട്ടം ഇട്ടു. വേപ്പെണ്ണ സ്പ്രേ ആക്കിയിട്ട് അടിക്കുകയും ചെയ്തു. എല്ലാ ചെടിക്കും അടിച്ചിട്ടുണ്ട്. ഇത് കാണാം, വെയിറ്റ് ചെയ്ത് കാണാം. ഒരു 20 ദിവസത്തിനുള്ളിൽ കായ വരുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഏരിയ കൂടി എടുത്തിട്ടുണ്ട്. ഈ ഏരിയയിൽ നമുക്ക് കുറച്ച് പയർ വിത്തുണ്ട്, അതോടെ നടാം. അവിടെ അപ്പുറത്തുണ്ട്. ഇവിടെ നട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആവും, കുറച്ചുകൂടിയും പയർ ഇതാവുമല്ലോ. ഇനി അതുകൂടി നടണം. അതുകൂടി നട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ആയി. ഗായ്സ്, കഴിഞ്ഞ ബുധനാഴ്ച വണ്ടി സർവീസിന് കൊടുത്തായിരുന്നു ബൈക്ക്. അപ്പോൾ അതിന് ശേഷം വന്നപ്പോൾ ഹെൽമെറ്റ് അവിടെ വെച്ചു. ശേഷം ഹെൽമെറ്റ് തിരിച്ചെടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഇനി ഞായറാഴ്ച ഞാൻ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഹെൽമെറ്റ് കിട്ടി. ഞാൻ നിൽക്കണത് എവിടെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കുറ്റൂർ റോഡ്, നമ്മുടെ ശോഭയുടെ ബാക്കിലുള്ള കുറ്റൂർ റോഡ്. വണ്ടി കാണിച്ചു തരാം. വണ്ടി കുട്ടപ്പനായുണ്ട്. ഓയിൽ മാറി, ചെയിൻ ലൂബ് ചെയ്തു. പിന്നെ ഫോർക്ക് ലീക്ക് ഉണ്ടായിരുന്നു, അതും മാറി. നല്ല റേറ്റായി. ഹാർലിയുടെ ഫോർക്ക് ഓയിലിൻ്റെ അതേ എമൗണ്ട് തന്നെയാണ് വരുന്നത്, 700 രൂപ. ഫോർക്ക് ഓയിൽ സീലിൻ്റെ വില 780 രൂപ. ഡസ്റ്റ് സീൽ 560 രൂപ. പിന്നെ ഫോർക്ക് ഓയിൽ മാറാൻ വേണ്ടി മാത്രം 2500 സംതിങ് എമൗണ്ട് വേണം. കുട്ടപ്പനായുണ്ട്. ലീക്കൊക്കെ മാറി അടിപൊളിയായുണ്ട്. പിന്നെ ലീക്കായിട്ട് കുറച്ചാലും ഓടി. അപ്പോൾ സ്ക്രാച്ച് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അടുത്തതിൽ നോക്കാം. ഇന്നർ ട്യൂബിന് 2500 രൂപ അഡീഷണൽ. ജസ്റ്റ് ഒരു ഓയിലിലേക്ക് എന്തെങ്കിലും ആകട്ടെ. നമ്മൾ പിന്നെ അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുന്നതുകൊണ്ട് വലിയ കംപ്ലയിൻസ് വരാറില്ല.
ഇടയ്ക്ക് ഇതുപോലെ വല്ലപ്പോഴൊക്കെ ഒന്നോ രണ്ടോ. ഇനി മറ്റേ ഇവിടെ പൂന്നത്തെ അവിടെ നല്ലൊരു ബജ്ജി കിട്ടുന്ന സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ബജ്ജി വാങ്ങിയിട്ട്, ഇപ്പോൾ റോഡ് ഭയങ്കര തിരക്കായിട്ടാണ് എല്ലാവരും ഫിഷിങ്ങും, എല്ലാവരും ഫിഷിങ് ഉണ്ട്, ആൾക്കാർ ജോഗ് ചെയ്യുന്നുണ്ട്, നല്ല തിരക്കായി റോട്ടിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ, ബജ്ജിയോ എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് വാങ്ങിയിട്ട് വീട്ടിൽ പോവാം. ഹെൽമെറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ച്, കാരണം ഞായറാഴ്ച ഉണ്ടാവില്ലല്ലോ. പക്ഷേ സെക്യൂരിറ്റിക്കാരുണ്ടായിരുന്നു, ആളെടുത്തു. ആൾ പറഞ്ഞു ഞായറാഴ്ച ആണ്, എന്ന് എടുത്തുതരാൻ പാടില്ല, പക്ഷേ എടുത്തുതരാൻ കൊണ്ട് ആളെടുത്തു. 3-ാം ടീസോണിൻ്റെ അവിടെയാണ് ഞാൻ പറയുന്നത്. നേരത്തെ സ്നാക്സ് വാങ്ങാൻ വേണ്ടി വരാൻ സ്നാക്സ് വാങ്ങി. ഇവിടെയും മസാല പൊണ്ടാണ് വാങ്ങിയത്. ഇവിടെ ഫുൾ ടൈം നല്ല. എന്തായാലും ഇനി വീട്ടിൽ പോവാം.